ഒരു കാലത്ത് മലയാളികളെ ഒന്നാകെ ഭീതിയിലാഴ്ത്തിയ ഒന്നായിരുന്നു നിപ്പ വൈറസ്. തൊട്ടു പിന്നാലെ അങ്ങ് വുഹാനിൽ നിന്ന് വണ്ടി പിടിച്ച് കൊറോണയും എത്തി. എന്നാൽ അവയൊക്കെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടർന്നു കയറിയ രോഗങ്ങളായിരുന്നു. അതും അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ് 5 വയസ്സുകാരി ഫദ്വയുടെ മരണം. കുട്ടിയെ ബാധിച്ച അസുഖത്തിന്റെ പേര് അമീബിക് മസ്തിഷ്ക ജ്വരം. നട്ടലിൽ നിന്നും ശേഖരിച്ച സ്രവത്തിന്റെ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ വിരളമായി മാത്രമേ ഈ അസുഖം ബാധിക്കുകയുള്ളൂ എന്നതാണ്. കുഞ്ഞുങ്ങളുടെ ജീവനെടുക്കാൻ ത്രാണിയുള്ള മാരകമായ അസുഖം. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? എന്താണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ? കേരളമൊട്ടാകെ ആശങ്കയായി വീണ്ടും അമീബിക് മെനിഞ്ചോ എൻസെഫലിറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം മാറിയിരിക്കുകയാണ്. ഈ രോഗത്തിന് മരുന്നുകളില്ല. കുട്ടികളിലും കൗമാരക്കാരിലുമാണ് ഈ രോഗം പ്രധാനമായും ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്തെന്നാൽ വളരെ വിരളമായി 10,000-ൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്മേൽ ജാഗ്രത അനിവാര്യം തന്നെയാണ്. ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല. ബ്രെയിൻ ഈറ്റർ എന്നറിയപ്പെടുന്ന നെഗ്ലേറിയ ഫൗലറി വിഭാഗത്തിൽപ്പെടുന്ന അമീബ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത്. അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് ആശങ്കാജനകമായത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് പൊതുവായിട്ട് കാണപ്പെടുന്നത്. നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീബ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കൾ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിൽ ഗുരുതരമായി ബാധിക്കുകയും ഇൻസെഫലിറ്റിസ് ഉണ്ടാകാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഇനി ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. രോഗാണുബാധ ഉണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് ഗുരുതരാവസ്ഥയിൽ എത്തുമ്പോൾ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ രോഗനിർണയം നടത്തുന്നത് നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുമ്പോഴാണ്. ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഈ രോഗത്തിന്റെ സാധ്യത കൂട്ടുന്നുണ്ടെന്ന് തന്നെ പറയണം. ഇനി ഈ രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാമെന്നതിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ കുളിക്കുക, മൂക്കിലൂടെ വെള്ളം ഒഴിക്കുക തുടങ്ങിയവയിലൂടെയാണ് അമീബ ശരീരത്തിൽ പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ നീർച്ചാലിലോ കുളിക്കാതിരിക്കുക, മൂക്കിലേക്ക് വെള്ളത്തെ ഒഴിക്കാതിരിക്കുക എന്നിവയിലൂടെ രോഗം വരാതെ ശ്രദ്ധിക്കാൻ കഴിയും. രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കാതെ എത്രയും വേഗം തന്നെ ഡോക്ടറെ കാണാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്കൂൾ അവധിയായതിനാൽ കുട്ടികൾ നീന്തൽക്കുളത്തിൽ ഇറങ്ങുന്നതും വെള്ളത്തിലൂടെയുള്ള കളിയുമൊക്കെ വ്യാപകമായി തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള രോഗാണുക്കളെയും നാം ഭയക്കേണ്ടതുണ്ട്. ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽക്കുളത്തിൽ കുട്ടികൾ കുളിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളില്ല. എന്നാൽ ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്നുകളില്ല എന്നതും ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ്. നെഗ്ലേറിയക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന ഒരു കൂട്ടം മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ഈ രോഗം നിലവിൽ ചികിത്സിച്ചു പോരുന്നത്. മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും മരുന്ന് കിട്ടാനുള്ള സാധ്യതകളും തേടുന്നുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രോഗമുണ്ടാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതും ജാഗ്രത പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാണ്.